ഹായ് ഫ്രണ്ട്സ്, എവർക്ക് ഒരിക്കൽ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഭൂമിശാസ്ത്രം എന്ന ഭാഗത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ഭൂമധ്യ രേഖ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ PSCയിൽ ചോദിക്കാറുണ്ട്. അത്തരത്തിൽ PSC പരീക്ഷയിലൊക്കെ ചോദിക്കാറുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ മാത്രം പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ക്ലാസ്സാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് അക്ഷാംശ രേഖകൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ രേഖാംശ രേഖകൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട്, ഭൂമധ്യ രേഖ എന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അറിഞ്ഞിരിക്കേണ്ടതെന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഡെഫിനിഷനാണ്. നമ്മൾ തുടക്കം കുറിക്കുന്ന അക്ഷാംശ രേഖകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ഭൗമോപരിതലത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന സാങ്കല്പിക സമാന്തര രേഖകളെയാണ് എന്തെന്ന് പറയുന്നത്, അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന സാങ്കല്പിക സമാന്തര രേഖകൾ. ഈ ഒരു ചിത്രം കണ്ടാൽ നമുക്കത് മനസ്സിലാവും. ഈ പറയുന്ന കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന ഇത്തരത്തിലുള്ള സാങ്കല്പിക സമാന്തര രേഖകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭൗമോപരിതലത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന സാങ്കല്പിക സമാന്തര രേഖകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്, ഭൗമോപരിതലത്തിലെ സ്ഥലങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാനായിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, പ്രധാനമായിട്ടും ഈ പറയുന്ന അക്ഷാംശ രേഖകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭൗമോപരിതലത്തിൽ നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായിട്ട് വരയ്ക്കുന്നതാണ് അക്ഷാംശ രേഖകൾ. അവയുടെ ഉപയോഗം എന്താണ്, പ്രധാനമായിട്ടും സ്ഥലങ്ങളുടെയൊക്കെ സ്ഥാനം നിർണ്ണയിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന അക്ഷാംശ രേഖകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇനി പരിചയപ്പെടുന്നത്. അതായത് ഭൗമോപരിതലത്തിലെ 1 ഡിഗ്രി അക്ഷാംശം എന്ന് പറഞ്ഞാൽ 111 കിലോമീറ്ററാണ്. 1 ഡിഗ്രി അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 111 കിലോമീറ്റർ അല്ലെങ്കിൽ 69 മൈലാണെന്ന കാര്യം ഓർക്കുക. ഒരു കിലോമീറ്ററിലുള്ള വാല്യൂവിനെ എങ്ങനെയാണ് മൈലിലേക്ക് മാറ്റുക? നമുക്ക് തന്നിരിക്കുന്ന ആ കിലോമീറ്ററിലുള്ള വാല്യൂവിനെ ജസ്റ്റ് 1.6 കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും, മൈലിലുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ 111 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏകദേശം 69 പോയിന്റ് സംതിങ് വരും. എന്നാൽ 69 മൈലാണ് ഏകദേശം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ഭൗമോപരിതലത്തിൽ 1 ഡിഗ്രി അക്ഷാംശം എന്ന് പറയുന്നത് 111 കിലോമീറ്ററിനോളം തുല്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആ 111 എന്ന് പറഞ്ഞത്? നമ്മൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, ഈ അക്ഷാംശ രേഖകൾ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ അക്ഷാംശം എന്ന് പറഞ്ഞാൽ ഏതാണ്, ഭൂമധ്യ രേഖ അല്ലെങ്കിൽ ഇക്വറ്ററാണ്. ഈ പറയുന്ന 0 ഡിഗ്രി അക്ഷാംശമായിട്ടുള്ള ഈ ഇക്വറ്ററാണ് എന്തെന്ന് പറയുന്നത്, ഏറ്റവും വലിയ അക്ഷാംശം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക എന്താണ്, ഇക്വറ്ററാണ്. അതായത് 0 ഡിഗ്രി അക്ഷാംശ രേഖ. ഇനി ഭൂമധ്യ രേഖയാണ് ഭൂഗോളത്തെ ഉത്തരാർദ്ധഗോളമെന്നും അതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളമെന്നും തിരിക്കുന്നത്. നമ്മുടെ ഭൂഗോളത്തെ ഉത്തരാർദ്ധഗോളമെന്നും അതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളമെന്നും തിരിക്കുന്ന ഏതാണ്, നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ അക്ഷാംശ രേഖയായിട്ടുള്ള ഭൂമധ്യ രേഖയാണ്. ഈ ഒരു ചിത്രത്തിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഭൂമധ്യ രേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ. ഇതിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്, ഉത്തരാർദ്ധഗോളമാണ് അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ദക്ഷിണാർദ്ധഗോളം അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയർ. ഇത്തരത്തിൽ നമ്മുടെ ഭൂഗോളത്തെ ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും തിരിക്കുന്ന ആരാണ്, ഈ പറയുന്ന ഭൂമധ്യ രേഖയാണ് അല്ലെങ്കിൽ ഇക്വേറ്റർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത്, ഉത്തരാർദ്ധഗോളത്തിൽ ഭൂമധ്യ രേഖ ഉൾപ്പെടെ അക്ഷാംശ രേഖകളുടെ എണ്ണം 90ആണ്. ഉത്തരാർദ്ധഗോളത്തിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഭാഗത്ത് ഈ പറയുന്ന ഭൂമധ്യ രേഖ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള അക്ഷാംശ രേഖകളുടെ എണ്ണം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 90 എണ്ണം ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. എത്രയുണ്ട്, 90 എണ്ണം ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ 90 ഡിഗ്രി നോർത്ത് ഒരു ബിന്ദുവായിട്ട് രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, ഭൂമിയുടെ ആ ഒരു ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മുകളിലോട്ട് പോകും തോറും ഈ ഒരു ഗോളത്തിൻ്റെ വ്യാസം കുറഞ്ഞു വരികയും അവസാനം ഈ 90 ഡിഗ്രി എന്ന് പറയുന്നത്, ഈ നോർത്തിലുള്ള ഈ 90 ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിട്ട് മാറുകയാണ്, ഒരു ബിന്ദുവായിട്ട് മാറുകയാണ്. അതൊരു ബിന്ദുവായിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, രേഖപ്പെടുത്തുന്നത്. ഇനി ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് വരികയാണെങ്കിൽ, അതായത് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ, ഈ പറയുന്ന ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് വരുമ്പോൾ ഇക്വേറ്റർ ഉൾപ്പെടെ എത്ര തന്നെയാണ് ഉള്ളത്, അവിടെയും അക്ഷാംശ രേഖകളുടെ എണ്ണം 90 തന്നെയാണെന്നാണ് പറയുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഭൂമധ്യ രേഖ ഉൾപ്പെടെ ആകെ അക്ഷാംശ രേഖകളുടെ എണ്ണം 90ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭൂമിയുടെ ആ ഒരു ഷേപ്പ് നോക്കുമ്പോൾ താഴോട്ട് വീഴുന്തോറും എന്താണ്, അവിടെ വ്യാസം കുറഞ്ഞ് അവസാനം 90 ഡിഗ്രി സൗത്ത് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് എന്താണ്, ഒരു ബിന്ദുവായിട്ടാണ് രേഖപ്പെടുത്തുന്നത്.
നമ്മളിവിടെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇനി പ്രധാനമായിട്ടും അറിയേണ്ട ഒന്ന്, നമ്മളൊരു ഗ്ലോബ് എടുക്കുകയാണെങ്കിൽ അതിലാകെ അക്ഷാംശ രേഖകൾ കാണപ്പെടുക 179 എണ്ണമാണ്. നമ്മളൊരു ഗ്ലോബ് എടുക്കുന്നു, ആ ഗ്ലോബിൽ ഇത്തരത്തിലുള്ള കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്കുള്ള സമാന്തരമായിട്ടുള്ള വരകൾ, അതായത് അക്ഷാംശ രേഖകൾ എത്രണ്ണേ കാണപ്പെടുള്ളൂ? 179 കാണപ്പെടുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ എന്താണ്, ഈ 90 ഡിഗ്രി വടക്കും ഈ 90 ഡിഗ്രി സൗത്തും എന്താണ്, ചെറിയ ബിന്ദുക്കളായിട്ടായിരിക്കും എന്ത് ചെയ്യുക, രേഖപ്പെടുത്തിയിട്ടുണ്ടാക്കുക. അപ്പം ഭൂമധ്യ രേഖ ഉൾപ്പെടെ 179 അക്ഷാംശ രേഖകളെയാണ് നമുക്ക് ഈ പറയുന്ന ഗ്ലോബിൽ എന്ത് ചെയ്യാറുള്ളൂ, അടയാളപ്പെടുത്താറുള്ളൂ എന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി പറയുന്ന പോയിന്റാണ് പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ചിത്രത്തിലേക്ക് കടന്നു വന്നാൽ നമുക്കത് കാണാൻ പറ്റും. ഏതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ? ഈ പറയുന്നതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അത് ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടിയിട്ടാണ് കടന്നു പോകുന്നത്. 23 ഡിഗ്രി 26 മിനിറ്റ് നോർത്താണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ഈ ഉത്തരായന രേഖ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് PSCയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ആ 8 സംസ്ഥാനങ്ങൾ ഈ മാപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ഗുജറാത്താണ്, മറ്റൊന്ന് രാജസ്ഥാനാണ്, മറ്റൊന്ന് മധ്യപ്രദേശാണ്, ഇവിടെ ഇത് വരുന്നത് ഛത്തീസ്ഗഡാണ്, ജാർഖണ്ഡാണ്, വെസ്റ്റ് ബംഗാളാണ്, അതുപോലെ തന്നെ ത്രിപുര, മിസോറാം എന്നിവയാണ് ആ 8 സംസ്ഥാനങ്ങൾ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 23.5 ഡിഗ്രി ഉത്തരായന അക്ഷാംശം അറിയപ്പെടുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ എന്ന പേരിലാണ്. അപ്പോൾ 23.5 ഡിഗ്രി നോർത്ത് എന്ന് വരണം. 23.5 ഡിഗ്രി നോർത്ത് അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്താണ്? അത് ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ്. ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന ഈ അക്ഷാംശ രേഖ അല്ലെങ്കിൽ ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് എപ്പോഴും PSCയിൽ ചോദിക്കാറുള്ളതാണ്. ഉത്തരമായിട്ട് വരിക എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ്? 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവയാണ് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നിവ. ഇത് ഓർത്തു വെക്കാനായിട്ട് ഒരു കോഡൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? MTയുടെയും MGRൻ്റെയും JCB എന്ന് പറയുന്ന ഒരു കോഡാണ് നമ്മൾ പഠിച്ചത്. മധ്യപ്രദേശ്, മിസോറാം, ത്രിപുര, ഗുജറാത്ത്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാൾ. ഇതിലൂടെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പ്രധാനമായിട്ട് ഈ ഒരു മാപ്പ് മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അത് നിങ്ങൾക്ക് പലപ്പോഴും ഗുണപ്രദമായിരിക്കും. എന്തൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം എന്നിവയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങൾ എന്ന കാര്യം ഓർക്കുക. 23.5 ഡിഗ്രി ഉത്തര അക്ഷാംശ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഈ 8 എണ്ണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നും കൂടെ പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ പ്രധാനമായിട്ടും ഈ പറയുന്ന 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നത്. അതേപോലെ തന്നെ 23.5 ഡിഗ്രി നോർത്താണ് ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് 23.5 ഡിഗ്രി ദക്ഷിണ അക്ഷാംശ രേഖ അറിയപ്പെടുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെങ്കിൽ ദക്ഷിണായന രേഖ എന്ന പേരിലാണ്. അപ്പോൾ ഇവിടെ 23.5 ഡിഗ്രി നോർത്തിൽ നമ്മൾ പഠിച്ചു എന്താണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ. അതേപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിലേക്ക് വരുമ്പോൾ അവിടെയും എന്തുണ്ട്? 23.5 ഡിഗ്രി സൗത്ത് ഉണ്ട്. അപ്പോൾ അതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഈ പറയുന്ന ഈ ഒരു അക്ഷാംശത്തെയാണ് എന്താ പേരിൽ അറിയപ്പെടുന്നത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെങ്കിൽ ദക്ഷിണായന രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി 66.5 ഡിഗ്രി ഉത്തര അക്ഷാംശ രേഖ അറിയപ്പെടുന്നത് ആർട്ടിക് സർക്കിൾ അല്ലെങ്കിൽ ആർട്ടിക് വൃത്തം എന്ന പേരിലാണ്. അതായത് ഈ ഒരു ലൈന് അറിയപ്പെടുന്നതാണ് ആർട്ടിക് വൃത്തം അല്ലെങ്കിൽ ആർട്ടിക് സർക്കിൾ എന്ന പേരിൽ. അതാണ് 66.5 ഡിഗ്രി ഉത്തര അക്ഷാംശ രേഖ. ഇതേപോലെ തന്നെ എവിടെയും ഉണ്ടാകും? സൗത്തിലും ഉണ്ടാവില്ലേ? അതായത് 66 ഡിഗ്രി ദക്ഷിണ അക്ഷാംശ രേഖ അറിയപ്പെടുന്നത് അന്റാർട്ടിക് സർക്കിൾ അല്ലെങ്കിൽ അന്റാർട്ടിക് വൃത്തം എന്ന പേരിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേമുകൾ. ഒന്ന് 0 ഡിഗ്രി അക്ഷാംശമാണെങ്കിൽ ഇക്വേറ്റർ, ഏറ്റവും വലിയ അക്ഷാംശ രേഖ. രണ്ടാമത് നമ്മൾ പഠിച്ചത് 23.5 ഡിഗ്രി നോർത്ത് ആണെങ്കിൽ അതിന് നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ എന്ന് പഠിച്ചു.
അതേപോലെ തന്നെ 23.5 സൗത്തിലായിട്ട് എന്തുണ്ട്? ഈ പറയുന്ന ദക്ഷിണായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇനി പഠിച്ചത് 66.5 ഉത്തരമാണെങ്കിൽ, അതായത് നോർത്തിലാണെങ്കിൽ അതിന് നമ്മൾ ആർട്ടിക് സർക്കിൾ അല്ലെങ്കിൽ ആർട്ടിക് വൃത്തം എന്ന് പഠിച്ചു. അതേപോലെ 66.5 എവിടെയുമുണ്ട്? സൗത്തിലുമുണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? അന്റാർട്ടിക് സർക്കിൾ അല്ലെങ്കിൽ അന്റാർട്ടിക് വൃത്തം എന്ന് പറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേമുകളാണ് പഠിച്ചത്. PSCയിൽ എപ്പോഴും ചോദിക്കുന്ന ടേമുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി 90° വടക്ക് പ്രദേശം അറിയപ്പെടുന്നത് ഉത്തര ധ്രുവം അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പോൾ എന്നാണ്. അതായത് 90° എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തര ധ്രുവം അല്ലെങ്കിൽ നോർത്ത് പോൾ എന്നാണ്. ഇതേപോലെ 90° സൗത്തും ഉണ്ടല്ലോ, അത് അറിയപ്പെടുന്നത് സൗത്ത് പോൾ അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവം എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ഉത്തര ധ്രുവം കണ്ടെത്തിയത് റോബർട്ട് പിയറിയാണ്. അതായത് ഉത്തര ധ്രുവത്തിലേക്ക് ആദ്യമായിട്ട് സഞ്ചാരം നടത്തുന്നത് ആരാണ്? ഈ പറയുന്ന റോബർട്ട് പിയറിയുടെ നേതൃത്വത്തിലാണ്. അതേപോലെ തന്നെ ദക്ഷിണ ധ്രുവം കണ്ടെത്തിയത് ആരാണ്? അമ്യൂണ്ട്സെൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ദക്ഷിണ ധ്രുവത്തിലേക്ക്, അതായത് ഈ ഒരു പ്രദേശത്തേക്ക് ആദ്യമായിട്ട് സഞ്ചാരം നടത്തുന്നത് അമ്യൂണ്ട്സെന്നിൻ്റെ നേതൃത്വത്തിലാണ്. അവിടെ തന്നെ PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അന്റാർട്ടിക്കയിലേക്ക് ആദ്യമായിട്ട് സഞ്ചാരം നടത്തിയ വ്യക്തി ആരെന്നൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരമായിട്ട് വരുന്ന ഈ പറയുന്ന അമ്യൂണ്ട്സെൻ ആണ്. അതുപോലെ തന്നെ ദക്ഷിണ ധ്രുവത്തിലേക്ക് ആദ്യമായിട്ട് സഞ്ചാരം നടത്തിയ വ്യക്തി ആരാണ്? ഈ പറയുന്ന അമ്യൂണ്ട്സെൻ ആണ്. ഉത്തര ധ്രുവമാണെങ്കിൽ ഉത്തരമായിട്ട് വരിക റോബർട്ട് പിയറി ആണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നതാണ് രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്. ഇവിടെ ഒരു സ്ഥലത്തെ സമയം നിർണ്ണയിക്കാനുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. തൊട്ട് മുമ്പ് പഠിച്ച ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ രേഖാംശ രേഖകൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സമയം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അക്ഷാംശ രേഖകൾ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടെങ്കിൽ രേഖാംശ രേഖകൾ ഒരു സ്ഥലത്തിൻ്റെ സമയം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഉത്തര ധ്രുവത്തിനെയും അതേപോലെ തന്നെ ദക്ഷിണ ധ്രുവത്തിനെയും. ഉത്തര ധ്രുവം മീൻസ് 90° നോർത്ത്, അതുപോലെ തന്നെ ദക്ഷിണ ധ്രുവം നമ്മൾ പഠിച്ചു 90° സൗത്ത്. ഉത്തര ധ്രുവം എന്താണ്? നോർത്ത് ഇന്ത്യൻ പോള്. ദക്ഷിണ ധ്രുവം എന്താണ്? സദേൺ പോള്. അതായത് 90° നോർത്ത് എന്നും 90° സൗത്ത് എന്നും പഠിച്ചു. ഇതിനെ യോജിപ്പിച്ചുകൊണ്ട് തെക്ക് വടക്കായിട്ട് വരയ്ക്കുന്ന രേഖകളെയാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു കിഴക്ക് പടിഞ്ഞാറായിട്ട് വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. പാരലായിട്ട് വരച്ചു പോകുന്നതാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന ഉത്തര ധ്രുവത്തെയും ഈ പറയുന്ന ദക്ഷിണ ധ്രുവത്തെയും ഇങ്ങനെ വരയ്ക്കുന്ന തെക്ക് വടക്ക് ദിശയിലായിട്ട് ഇങ്ങനെ വരച്ചു പോകുന്ന ഈ രേഖകളാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതായത് 90° നോർത്തിനെയും 90° സൗത്തിനെയും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന കുറേ രേഖകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത പോയിന്റ് ഇതാണ്. അടുത്തടുത്തുള്ള രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖയിലാണെന്ന് പറയുന്നു. അടുത്തടുത്തുള്ള രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖയിലാണ്. ഈ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഭൂമിയുടെ ആ ഒരു ഷേപ്പ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യാസം എവിടെയാണ്? ഈ പറയുന്ന ഭൂമധ്യരേഖാ പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രേഖാംശ രേഖകൾ വരയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അകലം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഈ പറയുന്ന ഭൂമധ്യരേഖാ പ്രദേശത്താണെന്നും അതേപോലെ തന്നെ ഈ ഒരു പോളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഏകദേശം 0° വരെ എന്ത് അനുഭവപ്പെടുന്നുണ്ട്? അകലം അനുഭവപ്പെടുകയാണ്. അതായത് ഭൂമിയുടെ ആ ഒരു ഷേപ്പ് വെച്ച് പറയുകയാണെങ്കിൽ വ്യാസം കുറഞ്ഞ് അവസാനം ഈ പറയുന്ന 90° നോർത്ത് എന്ന് പറയുന്ന ആ ഭാഗത്ത് എത്തുമ്പോൾ ഈ പറയുന്ന നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ രേഖാംശ രേഖകളുടെ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എന്താണ്? ഏകദേശം 0 തുല്യമാണ്. അപ്പോൾ ചോദിക്കാം, രേഖാംശ രേഖകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അകലമുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇക്വറ്റോർ അല്ലെങ്കിൽ ഭൂമധ്യരേഖയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അകലം ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ്? പോളുകളിലാണ് അല്ലെങ്കിൽ ധ്രുവങ്ങളിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് പറഞ്ഞു പോകുന്നത് 0° രേഖാംശ രേഖ അറിയപ്പെടുന്നത് ഗ്രീൻവിച്ച് രേഖ അല്ലെങ്കിൽ ഗ്രീനീച്ച് രേഖ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന പേരിലാണ്. 0° രേഖാംശ രേഖ അറിയപ്പെടുന്ന എന്തു പേരിലാണ്? ഗ്രീൻവിച്ച് രേഖ അല്ലെങ്കിൽ ഗ്രീനീച്ച് രേഖ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന പേരിലാണ്. 0° അക്ഷാംശ രേഖ നമ്മൾ പഠിച്ചു ഇക്വറ്റോർ എന്ന പേരിലാണ്. അതേപോലെ 0° രേഖാംശ രേഖയുമുണ്ട്.
അതറിയപ്പെടുന്നത് എന്തു പേരിലാണ്? ഈ പറയുന്ന ഗ്രീൻവിച്ച് രേഖ എന്ന പേരിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ഗ്രീൻവിച്ച് രേഖ കടന്നു പോകുന്നത് ലണ്ടനിലെ വനനിരീക്ഷണാലയം സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ചിലൂടെയാണ്. അപ്പോൾ ഓർത്തിരിക്കണം, ഏതിലൂടെയാണ് ഈ പറയുന്ന ഗ്രീൻവിച്ച് രേഖ കടന്നു പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? ലണ്ടനിലെ വനനിരീക്ഷണാലയം സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ചിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തൂടെയാണ് ഇത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഗ്രീൻവിച്ച് രേഖ കടന്നു പോകുന്നത് ലണ്ടനിലെ വനനിരീക്ഷണാലയം സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ചിലൂടെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 1 ഡിഗ്രി മാറുമ്പോൾ പ്രാദേശിക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 4 മിനിറ്റ് വ്യത്യാസപ്പെടുന്നു. 15 ഡിഗ്രി മാറുമ്പോൾ 1 മണിക്കൂർ വ്യത്യാസമുണ്ടാകുന്നു. ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട് സമയം കൂടി വരികയും പടിഞ്ഞാറോട്ട് സമയം കുറയുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 1 ഡിഗ്രി വ്യത്യാസം എന്ന് പറഞ്ഞാൽ അക്ഷാംശത്തിൻ്റെ കേസിൽ പഠിച്ച 111 കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് എന്ന് പഠിച്ചു. അവിടെ എന്തുകൊണ്ടാണ് 111 കിലോമീറ്റർ എന്ന് പറഞ്ഞത്? അക്ഷാംശ രേഖ ഉപയോഗിക്കുന്നത് എന്തിനാണ്? സ്ഥാനം നിർണ്ണയിക്കാനാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? സമയം നിർണ്ണയിക്കാനാണ്. അപ്പോൾ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ 1 ഡിഗ്രി വ്യത്യാസം വരുമ്പോൾ ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മാറ്റം വരുന്നു എന്ന് പറയുന്നു? 4 മിനിറ്റിൻ്റെ വ്യത്യാസം അനുഭവപ്പെടുന്നു. അങ്ങനെ 15 ഡിഗ്രി ആണെങ്കിലോ 60 മിനിറ്റിൻ്റെ വ്യത്യാസം വരും. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 1 മണിക്കൂറാണ്. അതുപോലെ ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട് പോകുന്തോറും സമയം കൂടി വരികയും പടിഞ്ഞാറോട്ട് പോകുന്തോറും എന്ത് ചെയ്യുകയാണ്? സമയം കുറയുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഗ്രീനിച്ച് രേഖ എങ്കിൽ അതിൽ നിന്ന് ഈ ഒരു ദിശയിലേക്ക് പോകുന്തോറും എന്താണ്? സമയം കൂടിക്കൂടി വരും. ഇവിടെ ഇപ്പോൾ 1 മണിയാണെങ്കിൽ ഇങ്ങോട്ട് പോകുന്തോറും 1:30, 2:30, 3:30 എന്നിങ്ങനെ കൂടിക്കൊണ്ട് വരുമ്പോൾ ഈ ഒരു ദിശയിലേക്ക് പോകുന്തോറും എന്താണ്? 1 മണിയാണെങ്കിൽ തൊട്ടുപുറകിലായിട്ട് 12 മണി, 11 മണി എന്നിങ്ങനെ ആയിരിക്കും അനുഭവപ്പെടുക. അവിടെ തന്നെ നമ്മുടെ ഭാരതം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ദിശയിലാണ്. അതുകൊണ്ട് തന്നെ ഗ്രീനിച്ചിൽ രാവിലെ 10 മണിയാകുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സമയം എത്രയായിരിക്കും? 3:30 ആയിരിക്കും. അതായത് ഗ്രീനിച്ച് സമയവും ഇന്ത്യൻ സമയവും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5:30 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഗ്രീനിച്ച് സമയവും ഇന്ത്യൻ സമയവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5:30 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട്. PSCയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ 10ഉം 3:30യും PSCയിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഗ്രീനിച്ചിൽ രാവിലെ 10 മണിയാകുമ്പോൾ ഇന്ത്യൻ സമയം എത്രയായിരിക്കും എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അവിടെ ഉത്തരമായിട്ട് വരിക 3:30 എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഗ്രീനിച്ച് സമയവും ഇന്ത്യൻ സമയവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5:30 മണിക്കൂറിൻ്റെ വ്യത്യാസമാണ്. അതേപോലെ 1 ഡിഗ്രി മാറുമ്പോൾ എത്രയാണ്? 4 മിനിറ്റാണ് വ്യത്യാസപ്പെടുന്നത്. അക്ഷാംശത്തിൽ നമ്മൾ പഠിച്ചത് 1 ഡിഗ്രി മാറുമ്പോൾ 111 കിലോമീറ്ററിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ 4 മിനിറ്റിൻ്റെ വ്യത്യാസമാണ്. അതേപോലെ നമ്മുടെ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് 0 ഡിഗ്രി. അതിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രീനിച്ച് സമയം അവിടെയാണ് നമ്മൾ കണക്കാക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ നിന്ന് ഈ ഒരു ദിശയിലേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കും? കിഴക്കോട്ട് പോകുന്തോറും സമയം കൂടി വരികയാണ്. നമ്മുടെ ഭാരതം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്, കിഴക്ക് ദിശയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇങ്ങോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കുകയാണ്? സമയം കുറഞ്ഞു വരികയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്, ഓരോ സ്ഥലത്തിൻ്റെയും സമയം നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ ഗ്രീനിച്ച് ആ ഒരു രേഖയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ സ്ഥലത്തിൻ്റെയും സമയം നമ്മൾ എന്ത് ചെയ്യുന്നത്? നിർണ്ണയിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. ഈ ഗ്രീനിച്ച് സമയത്തേക്കാൾ നമ്മുടെ ഇന്ത്യയിലെ സമയം എത്ര മണിക്കൂർ കൂടുതലാണ്? 5:30 മണിക്കൂർ കൂടുതലാണ് എന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അത് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തത്, ഗ്രീനിച്ച് സമയം കണക്കാക്കുന്ന ഉപകരണമാണ് ക്രോണോമീറ്റർ. ഭൂമിയെ ആകെ 24 സമയമേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നു. PSCയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഗ്രീനിച്ച് സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രോണോമീറ്റർ. ഒപ്പം എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഭൂമിയെ ആകെ എത്ര സമയമേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 24 സമയമേഖലകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപൂർവാർദ്ധ ഗോളത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഇക്വറ്റോർ 0 ഡിഗ്രി അക്ഷാംശം, അതിൻ്റെ മുകളിലോട്ട് ഉത്തരാർദ്ധ ഗോളം, താഴോട്ടാണ് എന്തെന്ന് പറയുന്നത്? ദക്ഷിണാർദ്ധ ഗോളം. ഇന്ത്യ പൂർണ്ണമായിട്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ പറയുന്ന ഉത്തരാർദ്ധ ഗോളത്തിലാണ്, ഇക്വറ്റോറിൻ്റെ മുകളിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യ പൂർണ്ണമായിട്ടും സ്ഥിതി ചെയ്യുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് എന്ന കാര്യം ഓർക്കണം. അത് PSCയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി ഇന്ത്യയുടെ അക്ഷാംശം അപ്പോൾ എന്തായിരിക്കും? ഇന്ത്യ പൂർണ്ണമായിട്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ പറയുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്.
അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശവും അതുപോലെ തന്നെ രേഖാംശവുമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇന്ത്യ പൂർണ്ണമായിട്ടും നോർത്ത് ഹെമിസ്ഫിയർ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അക്ഷാംശം എന്തായിരിക്കും? നോർത്ത് ആയിരിക്കും. അത് എവിടെ മുതൽ എവിടം വരെയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുടെ രേഖാംശം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് വരെയാണ് ഇന്ത്യയുടെ രേഖാംശം. ഓർത്തിരിക്കണം, ഇത് എപ്പോഴും PSC ചോദിക്കുന്നതാണ്. അക്ഷാംശമാണ് ചോദിക്കുന്നതെങ്കിൽ 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ. രേഖാംശമാണ് ചോദിക്കുന്നതെങ്കിൽ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് വരെയാണ്. ഈ ഒരു മാപ്പിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? അക്ഷാംശമാണ് ചോദിക്കുന്നതെങ്കിൽ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെയാണ്. ഇനി രേഖാംശമാണ് ചോദിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡാണ് ചോദിക്കുന്നതെങ്കിൽ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് വരെയാണ്. ഇന്ത്യയുടെ നോർത്ത് ടു സൗത്ത് ദൂരവും ഇവിടെ തന്നിട്ടുണ്ട്. 3214 3214 ഇന്ത്യയുടെ നോർത്ത് സൗത്ത് ദൂരം. അതും എപ്പോഴും PSCയിൽ ചോദിക്കുന്നതാണ്. എത്രയാണ്? 3214 ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം ചോദിച്ചാൽ എത്രയാണ്? 2933 കിലോമീറ്ററാണ് വരിക. 2933 കിഴക്ക് പടിഞ്ഞാറ് ദൂരമാണെങ്കിൽ അതേപോലെ തന്നെ തെക്ക് വടക്ക് ദൂരം ചോദിച്ചാൽ 3214 കിലോമീറ്ററാണ്. അതേപോലെ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സ്ഥാനം ഇത്തരത്തിൽ അക്ഷാംശ രേഖയുടെയും രേഖാംശ രേഖയുടെയും അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ അക്ഷാംശം എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെയാണ്. അതുപോലെ രേഖാംശം പറയുകയാണെങ്കിൽ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് വരെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പരിചയപ്പെടുന്നത് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത്. അപ്പോൾ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് കണക്കാക്കുന്നത്? ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത്. ഈ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത് എന്താണ്? ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതാണ് നമ്മൾ അവിടെ 10 മണിയാണ് ഗ്രീൻവിച്ചിലെങ്കിൽ ഇന്ത്യയിൽ എത്രയാണെന്ന് പഠിച്ചത്? 3:30 പഠിച്ചത്. അപ്പോൾ 10ഉം 3:30 തമ്മിലുള്ള ആ ഡിഫറൻസ് 5.5 മണിക്കൂറിൻ്റെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇനി ഈ പറയുന്ന 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ നമ്മുടെ ഈ ഒരു മാപ്പിലേക്ക് വന്നാൽ ഇതാണ് ആ പറയുന്ന 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ. ഇത് അലഹബാദിൽ കൂടി കടന്നു പോകുന്ന ഈ മാനക രേഖാംശ രേഖ എന്ന് അറിയപ്പെടുന്നു. അതായത് അലഹബാദിൽ കൂടി കടന്നു പോകുന്ന ഈ രേഖാംശ രേഖയെ മാനക രേഖാംശ രേഖ എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഈ പറയുന്ന ഇന്ത്യയുടെ ഈ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ ഏതിലൂടെയാണ് കടന്നു പോകുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് ഉത്തർപ്രദേശിലെ ഈ പറയുന്ന അലഹബാദിലൂടെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഉത്തർപ്രദേശിലെ അലഹബാദിലൂടെ കടന്നു പോകുന്ന ഈ രേഖാംശ രേഖയെ മാനക രേഖാംശ രേഖ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്നും അറിയപ്പെടുന്നു. ഈ പറയുന്ന നമ്മുടെ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് ഈ ഒരു രേഖയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇത് ഗ്രീൻവിച്ച് സമയവുമായിട്ട് എത്ര വ്യത്യാസം വരുന്നുണ്ട്? 5.5 മണിക്കൂറിൻ്റെ വ്യത്യാസം വരുന്നുണ്ടെന്ന കാര്യം ഓർക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇംഗ്ലണ്ടിൽ 12 മണിയാകുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എത്രയായിരിക്കും? 5.5 മണിയാണെന്ന കാര്യം ഓർക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 മണിയാകുമ്പോൾ 5.5 മണിക്കൂറിൻ്റെ വ്യത്യാസം കഴിഞ്ഞ് 3:30. ഇനി 12 മണിയാകുമ്പോൾ 5.5 മണിക്കൂറിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ എത്രയാണ് നമ്മുടെ ഇന്ത്യയിലെ സമയം? 5.5 മണിയാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഈ ഡിഗ്രി അറിഞ്ഞിരിക്കണം. 82.5 ഡിഗ്രി ഈസ്റ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കണം. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പറയുന്ന രേഖാംശ രേഖ. ഇനി അടുത്തായിട്ട് പരിചയപ്പെടുന്നത് അരുണാചൽ പ്രദേശിലെ പ്രാദേശിക സമയം ഗുജറാത്തിലെ പ്രാദേശിക സമയത്തേക്കാൾ 2 മണിക്കൂർ മുന്നിലാക്കാൻ കാരണം അരുണാചൽ പ്രദേശ് ഗുജറാത്തിൽ നിന്നും 30 ഡിഗ്രി കിഴക്ക് സ്ഥിതി ചെയ്യുന്നു എന്നതിനാലാണ്. അപ്പോൾ 1 ഡിഗ്രി വ്യത്യാസം വരികയാണെങ്കിൽ 4 മിനിറ്റിൻ്റെ ഒരു വ്യത്യാസമാണ് സംഭവിക്കുന്നത്. 30 ഡിഗ്രി ആണെങ്കിലോ 120 മിനിറ്റിൻ്റെ വ്യത്യാസം അവിടെ സംഭവിക്കുകയാണ്. അതായത് എന്തിനോട് തുല്യമാണ്? 2 മണിക്കൂറിനോട് തുല്യമാണ്. അപ്പോൾ ഈ പറയുന്ന ഗുജറാത്തും
ഈ പറയുന്ന അരുണാചൽ പ്രദേശും എടുക്കുകയാണെങ്കിൽ 30 ഡിഗ്രീൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഗുജറാത്തിൽ നിന്ന് 30 ഡിഗ്രി കിഴക്കായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യപ്പെടുന്നത്, ഈ പറയുന്ന അരുണാചൽ പ്രദേശ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. അപ്പോൾ എത്ര സമയത്തിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്? 2 മണിക്കൂറിൻ്റെ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 2 മണിക്കൂറിൻ്റെ വ്യത്യാസം എവിടെ അനുഭവപ്പെടുന്നുണ്ട്? ഗുജറാത്തും അരുണാചൽ പ്രദേശും തമ്മിൽ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അരുണാചൽ പ്രദേശിലെ പ്രാദേശിക സമയം ഗുജറാത്തിലെ പ്രാദേശിക സമയത്തേക്കാൾ 2 മണിക്കൂർ മുന്നിലാകാൻ കാരണം അരുണാചൽ പ്രദേശ് ഗുജറാത്തിൽ നിന്ന് 30 ഡിഗ്രി കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണെന്ന കാര്യം ഓർക്കുക. ഇനി ഗ്രീൻവിച്ചിൽ നിന്ന് 180 ഡിഗ്രി അകലെയുള്ള കിഴക്കും അതുപോലെ തന്നെ പടിഞ്ഞാറും എടുക്കുകയാണെങ്കിൽ രേഖാംശ രേഖയെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നാണ് പറയുക. ഇപ്പോൾ ഗ്രീൻവിച്ചിൽ നിന്ന്, ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ആണല്ലോ, ആ 0 ഡിഗ്രിയിൽ നിന്ന് 180 ഡിഗ്രി എടുക്കുക. അതായത് നമ്മുടെ ഈ ഒരു ഭൂമിയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗോള ഷേപ്പാണ്. അപ്പോൾ അത് കിഴക്കോട്ട് എടുത്താലും അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് എടുത്താലും പോയി നിൽക്കുന്ന ആ ഒരു പോയിന്റ് എന്തായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും. ആ ഒരു 180 ഡിഗ്രി എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 0 ഡിഗ്രി ഗ്രീൻവിച്ച് രേഖയാണെങ്കിൽ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഒരു കപ്പൽ ഈ പറയുന്ന ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈന് കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ട് കടക്കുമ്പോൾ ഒരു ദിവസം എന്താകണം? ലാഭിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഒരു കപ്പൽ വരികയാണ്, നമ്മുടെ ഈ ഒരു ചിത്രത്തിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യാണ്? ഒരു ദിവസം അവിടെ അദ്ദേഹത്തിന് കൂടുതലായിട്ട് ലഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ എന്താണ്? ഇവിടെ ഇപ്പോൾ ഒരു സൺഡേ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? സാറ്റർഡേ ആയിരിക്കും. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ ഒരു ലാഭം അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു? അപ്പോൾ ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിനെ ഈ ഒരു രീതിയിൽ 180 ഡിഗ്രിയാണെന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ക്രോസ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദിവസം ലാഭിക്കും. ഇനി നേരെ തിരിച്ചിട്ട് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കിടക്കുകയാണെങ്കിൽ എന്താണ്? ഒരു ദിവസം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒരു ദിവസം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സാറ്റർഡേ ആണെന്ന് വിചാരിക്കുക. അദ്ദേഹം ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നിട്ട് ഈ ഒരു ദിശയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും? അവിടെ സൺഡേ ആയിരിക്കും. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് എന്ത് ചെയ്യുകയാണ്? നഷ്ടപ്പെടുകയാണ് ചെയ്യുക എന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഗ്രീൻവിച്ച് സമയത്തിൽ നിന്നും 180 ഡിഗ്രി അകലെയുള്ള കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായിട്ട് രേഖാംശ രേഖയാണ് നമ്മൾ എന്ത് പറയുന്നത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. അവിടെ തന്നെ ഈ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈന് നമ്മൾ കിഴക്ക് നിന്ന് വന്നിട്ട് പടിഞ്ഞാറോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? ലാഭം കിട്ടുകയും അതേ സമയത്ത് നമ്മൾ ഈ പറയുന്ന പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ ഒരു ദിവസം എന്ത് ചെയ്യുകയാണ്? നഷ്ടമാവുകയാണ് ചെയ്യുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കാര്യങ്ങളാണ്. ഭൂമധ്യരേഖയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അക്ഷാംശ രേഖകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു, രേഖാംശ രേഖകളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ഇനി ഭൂമധ്യരേഖയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇക്വേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് PSCയിലൊക്കെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെട്ടു പോകാം. ആദ്യമായിട്ട് 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. ഈ പറയുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇതിനെ ഗ്രേറ്റ് സർക്കിൾ എന്നും അറിയപ്പെടുന്നു. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ്? ഈ പറയുന്ന അക്ഷാംശ രേഖകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ അക്ഷാംശ രേഖ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഭൂമധ്യരേഖയാണ്. ആ ഭൂമധ്യരേഖയെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഗ്രേറ്റ് സർക്കിൾ എന്നും കൂടെ വിശേഷിപ്പിക്കുന്നു. ഭൂമിയെ 2 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നത് ഈ പറയുന്ന ഭൂമധ്യരേഖയാണ്. അതും പഠിച്ചതാണ്. ഭൂമിയെ ഉത്തരാർദ്ധഗോളമെന്നും അതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളമെന്നും വിഭജിക്കപ്പെടുന്നത് ഏതാണ്? 0 ഡിഗ്രിയിൽ വരുന്ന ഈ പറയുന്ന ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ ആണ് നമ്മൾ പഠിച്ചു. ഇനി ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തുമായിട്ട് കിഴക്ക് പടിഞ്ഞാറ് വരയ്ക്കുന്ന പൂർണ്ണ വൃത്തങ്ങളാണ് അക്ഷാംശ രേഖകൾ. ഈ പറയുന്ന ഭൂമധ്യരേഖയുണ്ട്. ആ ഭൂമധ്യരേഖയ്ക്ക് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന പൂർവ്വ വൃത്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇപ്പം ഭൂമിയുടെ ഷേപ്പ് എന്ന് പറഞ്ഞൊരു ഗോളമല്ലേ? ഈ ഒരു ചിത്രത്തിൽ നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മുൻഭാഗം മാത്രമേ കാണുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഷേപ്പ് എന്താണ്? ഒരു ഗോളമാണ്. ആ ഗോളത്തിന് ചുറ്റുമായിട്ട് ഒരു വര വരച്ചാൽ അതെന്തായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക? ഒരു വൃത്തമായിട്ടല്ലേ അനുഭവപ്പെടുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ വൃത്തം ഏതാണ്? ഈ പറയുന്ന ഭൂമധ്യരേഖയാണെന്ന കാര്യം ഓർക്കുക. ഏറ്റവും വലിയ അക്ഷാംശമായിട്ട് നമ്മൾ പരിഗണിക്കുന്ന ഏതാണ്? 0 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഭൂമധ്യരേഖയാണ്. ഈ ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തുമായിട്ടും ഇങ്ങോട്ട് ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലും ഇങ്ങോട്ട് ഈ സദേൺ ഹെമിസ്ഫിയറിലും ഒക്കെ ആയിട്ട് ഇത്തരത്തിൽ വരയ്ക്കുന്ന ചെറിയ ചെറിയ വൃത്തങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്.
ഇനി രണ്ട് രേഖകൾ തമ്മിൽ അകലം കൂടുന്നത് ഭൂമധ്യരേഖയിലാണ്. നമ്മൾ ആ ഭൂമിയുടെ ആ ഒരു ഷേപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഭൂമധ്യരേഖയുടെ ഈ ഭാഗത്തായിരിക്കും ഈ പറയുന്ന ഗോളത്തിന് ഏറ്റവും കൂടുതൽ വ്യാസമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അക്ഷാംശ രേഖകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഈ പറയുന്ന രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുക എവിടെയാണ്? ഈ പറയുന്ന ഭൂമധ്യരേഖാ പ്രദേശത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ രണ്ട് അക്ഷാംശ രേഖകൾ എടുത്താലും രണ്ട് രേഖാംശ രേഖകൾ എടുത്താലും ഏറ്റവും കൂടുതൽ ആ ഒരു ഗ്യാപ്പ് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഈ പറയുന്ന ഭൂമധ്യരേഖയിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഭൂമധ്യരേഖയുടെ 1/360 ഭാഗം 1 ഡിഗ്രി രേഖാംശമാണ്. ഭൂമധ്യരേഖയിലെ ടോട്ടൽ എന്താണ്? ആ ഒരു 360 ഡിഗ്രി എടുക്കുകയാണെങ്കിൽ അതിലൊരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? 1 ഡിഗ്രി രേഖാംശമാണെന്ന കാര്യം ഓർത്തിരിക്കുക. 1 ഡിഗ്രി രേഖാംശമാണ് ഭൂമധ്യരേഖയുടെ 1/360 ഭാഗം. 360 ഒരു ഭാഗം എന്ന് പറയുന്നത് 1 ഡിഗ്രി രേഖാംശത്തിന് തുല്യമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തുമുള്ള പ്രദേശത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയുന്നു. ഭൂമധ്യരേഖയ്ക്ക് ഇക്വറ്റർ എന്ന പേര് വരുവാൻ കാരണം എന്താണ്? ഇക്വഡോർ എന്ന് പറയുന്ന രാജ്യമാണ്. അല്ലെങ്കിൽ ഇക്വഡോർ എന്ന ആ രാജ്യത്തിന് ആ ഒരു പേര് കിട്ടാൻ തന്നെ കാരണം ഭൂമധ്യരേഖ അതിലൂടെ കടന്നു പോകുന്നതിനാലാണെന്ന കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക. ഇവിടെ തന്നെ PSCയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു പോയിന്റിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഭൂമധ്യരേഖ എത്ര രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്? 13 രാജ്യങ്ങളിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. അതേപോലെ തന്നെ ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക എന്നീ 3 വൻകരകളിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. ഈ 13 രാജ്യങ്ങളിൽ 11 രാജ്യങ്ങളുടെ ആ ഒരു കരയിലൂടെ തട്ടിക്കൊണ്ടാണ് ഈ പറയുന്ന ഭൂമധ്യരേഖ കടന്നു പോകുന്നതെങ്കിൽ 2 രാജ്യങ്ങളുടെ സമുദ്ര അതിർത്തിയിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? ഈ പറയുന്ന ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. ആ 13 രാജ്യങ്ങളാണ് ഇവിടെ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. കൊളംബിയ, ഇക്വഡോർ, അതുപോലെ തന്നെ സാവോ ടോം ആൻഡ് പ്രിൻസിപ്പെ, റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോ, അതുപോലെ തന്നെ ഉഗാണ്ട, ഗാബോൺ, ബ്രസീൽ, അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, സൊമേലിയ, കെനിയ, മാലഡീവ്സ്, ഇന്തോനേഷ്യ, കിരിബാട്ടി എന്നിങ്ങനെ ഇത്രയും 13 രാജ്യങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? നമ്മുടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു, 11 രാജ്യങ്ങളുടെ കരയിലൂടെ കടന്നു പോകുമ്പോൾ ഈ പറയുന്ന മാലഡീവ്സിൻ്റെയും ഈ പറയുന്ന കിരിബാട്ടിയുടെയും എന്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഈ സമുദ്ര അതിർത്തിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ 13 രാജ്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാൻഡ് മാസിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ മാലഡീവ്സിൻ്റെ കേസിലേക്കും അതുപോലെ തന്നെ കിരിബാട്ടീൻ്റെ കേസിലേക്കും വരുമ്പോൾ എന്തിലൂടെ കടന്നു പോകുന്നത്? അതിൻ്റെ സമുദ്ര അതിർത്തിയിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്. അതായത് സമുദ്ര ഭാഗത്തൂടെയാണ് എന്ത് പാസ് ചെയ്ത് പോകുന്നത്? ഈ ഇക്വറ്റർ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ PSCയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇക്വറ്റർ പാസ് ചെയ്യുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇക്വറ്റർ പാസ് ചെയ്യുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത്, ഇക്വറ്റോറിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? തമിഴ്നാടാണ് ഉത്തരമായിട്ട് വരിക. ഇന്ത്യയിലെ സദേൺ മോസ്റ്റ് സംസ്ഥാനം ഏതാണ്? ഈ പറയുന്ന തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാടാണ് ഇക്വറ്റോറിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ സംസ്ഥാനം എന്ന കാര്യം ഓർക്കുക. 13 രാജ്യങ്ങളിലൂടെ ഇക്വറ്റോർ കടന്നു പോകുന്നുണ്ട്. അതിലാദ്യമായിട്ട് ഇവിടെ നമ്മൾ പഠിച്ചു ഇക്വറ്റോർ, അത് ഇക്വഡോറാണ്. ഇക്വഡോറിന് ആ പേര് കിട്ടാൻ തന്നെ കാരണം എന്താണ്? ഇക്വറ്റോർ പാസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്താണ്? ഇക്വഡോർ, കൊളംബിയ, അതുപോലെ തന്നെ ബ്രസീൽ, സാവോ ടോം ആൻഡ് പ്രിൻസിപ്പെ, അതുപോലെ തന്നെ ഗാബോൺ, പിന്നെ റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, സൊമാലിയ, കെനിയ, മാലഡീവ്സ്, ഇന്തോനേഷ്യ, കിരിബാട്ടി. ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ എന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലൂടെയാണ് ഇത് പാസ് ചെയ്ത് പോകുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്തെ വ്യാസവും ധ്രുവപ്രദേശത്തെ വ്യാസവും തമ്മിലുള്ള വ്യത്യാസം 43 കിലോമീറ്ററാണ്. ഭൂമധ്യരേഖാ പ്രദേശത്തെ വ്യാസവും അതുപോലെ തന്നെ ധ്രുവപ്രദേശത്തെ വ്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 43 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഭൂമധ്യരേഖാ പ്രദേശത്തെ ചുറ്റളവ് 40,000 കിലോമീറ്റർ ആണെന്ന് നിഴലിൻ്റെ അടിസ്ഥാനത്തിൽ അളന്ന് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഇറാസ്തോസ്തനീസ്. ഇറാസ്തോസ്തനീസ് ആണ് നിഴലിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമധ്യരേഖാ പ്രദേശത്തെ ചുറ്റളവ് 40,000 കിലോമീറ്റർ ആണ് നിഴലിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് കണ്ടുപിടിച്ചു? അളന്ന് കണ്ടുപിടിച്ചതെന്ന കാര്യം ഓർക്കുക. മറ്റൊന്ന്, ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യൻ ലംബമായി പതിക്കുന്ന ദിനങ്ങൾ അന്ന് രാവും പകലും തുല്യമായിരിക്കും. അതാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. അപ്പോൾ മാർച്ച് 21 സെപ്റ്റംബർ 23 പ്രത്യേകത എന്താണ്?
അന്ന് രാവിൻ്റെയും പകലിൻ്റെയും ദിനം, അതായത് രാത്രിയുടെയും പകലിൻ്റെയും ആ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? തുല്യമായിരിക്കും. ആ ദിവസങ്ങളിൽ എന്താണ്? സൂര്യൻ ഈ പറയുന്ന ഭൂമധ്യരേഖാ പ്രദേശത്ത് ലംബമായിട്ടായിരിക്കും പതിക്കുക. അവിടെ മാർച്ച് 21 വസന്ത സമാന്തര ദിനമെന്നും അല്ലെങ്കിൽ വസന്ത വിഷുവം അല്ലെങ്കിൽ സ്പ്രിംഗ് സീസൺ എന്നും സ്പ്രിംഗ് ഇക്വിനോക്സ് എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മാർച്ച് 21 വസന്ത സമാരാത്ര ദിനം, വസന്ത വിഷുവം അല്ലെങ്കിൽ സ്പ്രിംഗ് ഇക്വിനോക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇക്വിനോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ പറയുന്ന രാവിൻ്റെയും പകലിൻ്റെയും ദൈർഘ്യം എന്തായിരിക്കും? തുല്യമാണ്. ഇത്തരത്തിൽ വർഷത്തിൽ 2 ദിവസങ്ങളിലാണ് ഇതുപോലെ അനുഭവപ്പെടുന്നത്. ഒന്ന് മാർച്ച് 21, മറ്റൊന്ന് സെപ്റ്റംബർ 23. അവിടെ തന്നെ അറിയേണ്ടത്, ഈ സെപ്റ്റംബർ 23 ശരത്ത് സമരാത്ര ദിനം അല്ലെങ്കിൽ ശരത്ത് വിഷുവം അല്ലെങ്കിൽ ഓട്ടോമിനൽ ഇക്വിനോക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും അറിയേണ്ട 2 തീയതികളാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? രാവിൻ്റെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിട്ട് വരുന്നതാണ് ഇത് ഇക്വിനോക്സ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെ ദിവസങ്ങളാണ് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഒന്ന് മാർച്ച് 21, അതുപോലെ തന്നെ സെപ്റ്റംബർ 23. ആ മാർച്ച് 21 വസന്ത സമരാത്ര ദിനം അല്ലെങ്കിൽ വസന്ത വിഷുവം സ്പ്രിംഗ് ഇക്വിനോക്സ് എന്നറിയപ്പെടുന്നു. സെപ്റ്റംബർ 21 അറിയപ്പെടുന്ന ശരത്ത് സമരാത്ര ദിനം, ശരത് വിഷുവം അല്ലെങ്കിൽ ഓട്ടോമിനൽ ഇക്വിനോക്സ് എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 2 തീയതി ഓർത്തിരിക്കണം. മാർച്ച് 21, സെപ്റ്റംബർ 23. രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എന്തായിരിക്കും? തുല്യമായിരിക്കും. ആ സമയങ്ങളിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യൻ എന്തായിട്ട് പതിക്കുകയാണ്? ലംബമായിട്ട് പതിക്കുകയാണ്. അടുത്ത പോയിന്റ് വരുന്നത്, ഉത്തരായന രേഖയിൽ അതായത് 23.5 ഡിഗ്രി നോർത്തിൽ സൂര്യൻ ലംബമായി പതിക്കുന്നത് ജൂൺ 21-നാണ്. ജൂൺ 21-ന് ഉത്തര അയനാന്തം അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്തം, കർക്കടക സംക്രാന്തി, സമ്മർ സോളിസ്റ്റൈസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ പറയുന്ന സോളിസ്റ്റൈസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന പോലെ തന്നെ രാത്രിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കും, പകലിൻ്റെ ദൈർഘ്യം കുറവായിരിക്കും. ചിലപ്പോൾ നേരെ മറിച്ചിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? പകലിൻ്റെ ദൈർഘ്യം കൂടി വരികയും രാത്രിയുടെ ദൈർഘ്യം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ജൂൺ 21 നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിലേക്ക് വരികയാണെങ്കിൽ, അതായത് 23.5 ഡിഗ്രി നോർത്തിൽ വരികയാണെങ്കിൽ സൂര്യൻ അവിടെ ലംബമായിട്ട് പതിക്കപ്പെടുകയും ഉത്തരാർദ്ധഗോളത്തിൽ വലിയൊരു പകൽ അനുഭവപ്പെടുകയും രാത്രിയുടെ ദൈർഘ്യം വളരെ കുറവായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ആ ഒരു തീയതിയാണ് ഈ പറയുന്ന ജൂൺ 21. ഇവിടെ തന്നെ PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പകൽ അനുഭവപ്പെടുന്ന ദിവസം ഏത്? അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പകൽ അനുഭവപ്പെടുകയും ഏറ്റവും കുറവ് രാത്രി അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് ഈ ജൂൺ 21 തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഇന്ത്യ പൂർണ്ണമായിട്ടും സ്ഥിതി ചെയ്യുന്ന ഉത്തരാർദ്ധഗോളത്തിലാണെന്ന് നമ്മൾ പഠിച്ചു. ഈ പറയുന്ന 23.5 ഡിഗ്രി നോർത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മധ്യത്തിലൂടെയാണ്, 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജൂൺ 21-ാം തീയതി 23.5 ഡിഗ്രി നോർത്തിൽ സൂര്യൻ ലംബമായി പതിക്കുന്ന ആ ദിവസമാണെന്ത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പകൽ അനുഭവപ്പെടുന്ന ദിവസം അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും വലിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കണം, സമ്മർ സോളിസ്റ്റൈസ് അല്ലെങ്കിൽ ഉത്തര അയനാന്തമൊക്കെ നടക്കുന്ന ദിവസം ചോദിക്കാറുണ്ട്. ഉത്തരമായിട്ട് വരുന്നത് ജൂൺ 21 എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊന്നാണ് ദക്ഷിണായന രേഖയിൽ, അതായത് 23.5 ഡിഗ്രി നോർത്തും ഉണ്ട്, 23.5 ഡിഗ്രി സൗത്തും ഉണ്ട്. ആ ദക്ഷിണായന രേഖ അതല്ലെങ്കിൽ 23.5 ഡിഗ്രി സൗത്ത് സൂര്യൻ ലംബമായി പതിക്കുന്ന ദിവസം ഡിസംബർ 22. അത് ഡിസംബർ 22-ന് ദക്ഷിണ അയനാന്തം അല്ലെങ്കിൽ വിന്റർ സോളിസ്റ്റൈസ്, ശിശിര അയനാന്തം, മകരസംക്രാന്തി എന്നൊക്കെ അറിയപ്പെടുന്നു. ആ സമയങ്ങളിൽ നമ്മൾ ദക്ഷിണാർദ്ധഗോളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തനുഭവപ്പെടുകയാണ്? വലിയ പകലായിരിക്കും അനുഭവപ്പെടുക. ആ സമയത്ത് നമ്മൾ ഉത്തരാർദ്ധഗോളത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താണ്? വലിയ രാത്രിയായിരിക്കും അനുഭവപ്പെടുക. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ സമ്മർ സോളിസ്റ്റൈസ് അല്ലെങ്കിൽ ഉത്തര അയനാന്തം നടക്കുന്ന സമയത്ത് നമ്മൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ചെന്നാൽ അവിടെ വലിയ രാത്രിയായിരിക്കും അനുഭവപ്പെടുക. അതേപോലെ ഇവിടെ ഈ പറയുന്ന ദക്ഷിണായന രേഖയിൽ 23 ഡിഗ്രി സൗത്തിൽ സൂര്യൻ ലംബമായി പതിക്കുന്ന ആ ദിവസത്ത് സംഭവിക്കുന്നതാണ് എന്ത്? ദക്ഷിണായനാന്തം. ആ സമയത്ത് നമ്മൾ ഉത്തരാർദ്ധഗോളത്തിലേക്ക് പോയാൽ വലിയൊരു രാത്രിയായിരിക്കും അനുഭവപ്പെടുക. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ രാത്രി അനുഭവപ്പെടുന്ന ദിവസം ചോദിച്ചാൽ ഈ ഡിസംബർ 22 ആയിരിക്കും ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തായിട്ട് പരിചയപ്പെടുന്ന ഭൂമധ്യരേഖ 360 ഡിഗ്രിയായി വിഭജിച്ച് അതിലൂടെ രേഖാംശ രേഖകൾ 360 എണ്ണം വരയ്ക്കണമെന്ന് പ്രസ്താവിച്ച ആരാണ്? ടോളമിയാണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തു വച്ചേക്കുക. ഭൂമധ്യരേഖയെ 360 ഡിഗ്രി ആയിട്ട് വിഭജിച്ചിട്ട് അതിലൂടെ രേഖാംശ രേഖകൾ 360 എണ്ണം വരയ്ക്കണമെന്ന് പ്രസ്താവിച്ചത് ആരാണ്? ടോളമിയാണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തു വച്ചേക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ക്ലിപ്പിൽ പരിചയപ്പെടുത്തിയത് PSC പരീക്ഷകളൊക്കെ എപ്പോഴും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്.
അതിൽ തന്നെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിപ്പോയ ജൂൺ 21 ആ ഒരു തീയതി ഓർത്തു വെച്ചേക്കണം. അതുപോലെ തന്നെ ഡിസംബർ 22 എന്ന് പറയുന്ന തീയതിയും ഓർത്തു വെച്ചേക്കണം. പിന്നെ എത്ര അയനാന്തങ്ങൾ ഒരു വർഷത്തിൽ അനുഭവപ്പെടുന്നു എന്നൊക്കെ PSC ചോദിക്കാറുണ്ട്. 2 അയനാന്തങ്ങളാണ് ഒരു വർഷത്തിൽ അനുഭവപ്പെടുന്നത്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസത്തിൻ്റെ ഗ്യാപ്പാണ് വരുന്നത് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ പോകുന്നത്. എപ്പോഴും PSCയിൽ ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ ഇവ മൂന്നും കടന്നു പോകുന്ന ഏക വൻകര ആഫ്രിക്കയാണ്. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ ഇവ മൂന്നും കടന്നു പോകുന്ന ഏക വൻകര ഏതാണ്? ആഫ്രിക്കയാണെന്ന കാര്യം ഓർത്തിരിക്കുക. PSCയിലൊക്കെ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്ന മുൻകാല ചോദ്യങ്ങളാണ് ഇതെല്ലാം. എന്താണ്? ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ ഇവ മൂന്നും കടന്നു പോകുന്നത് ഏതിലൂടെയാണ്? ആഫ്രിക്കയിലൂടെയാണ്. അതുപോലെ തന്നെ രേഖാംശ രേഖകൾ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന വൻകര ചോദിച്ചാൽ അന്റാർട്ടിക്കയാണ് ഉത്തരമായിട്ട് വരിക. രേഖാംശ രേഖകൾ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന വൻകര അന്റാർട്ടിക്കയാണ്. അടുത്തത് ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന രാജ്യമാണ് ബ്രസീൽ. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന രാജ്യമാണ് എന്ത്? ഈ പറയുന്ന ബ്രസീൽ. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും അതിൻ്റെ കൂടെ ഉത്തരായന രേഖയും കൂടെ കടന്നു പോകുന്ന രാജ്യമാണ് ഇത് ആഫ്രിക്ക. അതായത് വൻകരയാണ് എന്ന് പറയുന്നത് ആഫ്രിക്ക എന്ന കാര്യം ഓർക്കുക. ഇവിടെ രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന രാജ്യമാണെങ്കിൽ ബ്രസീൽ. ഇനി ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം പഠിച്ചു ഇന്തോനേഷ്യയാണ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി ഭൂമധ്യരേഖ 2 തവണ മുറിച്ചു കടക്കുന്ന നദി ചോദിച്ചാൽ കോങ്കോ നദിയാണ്. ഭൂമധ്യരേഖ 2 തവണ മുറിച്ചു കടക്കുന്ന നദി ഏതാണ്? കോങ്കോ നദിയാണ്. ഭൂമധ്യരേഖയുടെ അടുത്തുള്ള ഇന്ത്യൻ പ്രദേശമാണ് ഇന്ദിര പോയിന്റ്. നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്തുള്ള സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? തമിഴ്നാടാണ്. ഏറ്റവും അടുത്തുള്ള ഇന്ത്യയുടെ പ്രദേശം ചോദിച്ചാൽ ഇന്ദിര പോയിന്റ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്? ഇന്ദിര പോയിന്റ് അല്ലയോ? അപ്പോൾ ഭൂമധ്യരേഖയുടെ അടുത്തുള്ള ഇന്ത്യൻ പ്രദേശം ഏതാണ്? ഇന്ദിര പോയിന്റ് ആണ്. ഇനി ഭൂമധ്യരേഖയുടെ അടുത്തുള്ള ഇന്ത്യൻ തലസ്ഥാനം എപ്പോഴും ചോദിക്കും, തിരുവനന്തപുരമാണ്. ഭൂമധ്യരേഖയുടെ അടുത്തുള്ള മെട്രോപൊളിറ്റൻ നഗരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈ ആണെന്ന കാര്യം ഓർക്കുക. ഇവിടെ പരിചയപ്പെടുത്തിയ എല്ലാ പോയിന്റുകളും PSCയിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന പോയിന്റാണ്. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ്? ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ ഇവ മൂന്നും കടന്നു പോകുന്ന ഏക വൻകര ആഫ്രിക്ക. രേഖാംശ രേഖകൾ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന വൻകര അന്റാർട്ടിക്കയാണ്. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഏക രാജ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രസീലാണ്. അതുപോലെ തന്നെ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്തോനേഷ്യയാണ്. ഭൂമധ്യരേഖ 2 തവണ മുറിച്ചു കിടക്കുന്ന നദി ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോങ്കോ നദിയാണ്. ഭൂമധ്യരേഖയുടെ അടുത്തുള്ള ഇന്ത്യൻ പ്രദേശം ചോദിച്ചാൽ ഏതാണ്? ഇന്ദിര പോയിന്റ് ആണ്. ഭൂമധ്യരേഖയുടെ അടുത്തുള്ള ഇന്ത്യൻ തലസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ഭൂമധ്യരേഖയുടെ അടുത്തുള്ള മെട്രോപൊളിറ്റൻ നഗരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈയാണ്. പക്ഷേ ഭൂമധ്യരേഖയുടെ അടുത്തുള്ള ഇന്ത്യയുടെ സംസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? തമിഴ്നാടാണ്. അതാണ് ഉത്തരമായിട്ട് വരിക. പ്രദേശമാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്ദിര പോയിന്റ് ആണെന്ന കാര്യം കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി ഈ അടുത്തുള്ള പരീക്ഷയിൽ ചോദിച്ച 2 ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. ഒന്ന്, ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തുമായിട്ടുള്ള 5 ഡിഗ്രി നോർത്ത് 5 ഡിഗ്രി സൗത്ത് മേഖലയാണ് ഡോൾഡ്രംസ് അല്ലെങ്കിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഭൂമധ്യരേഖയെങ്കിൽ ഇതിൻ്റെ ഇങ്ങോട്ട് 5 ഡിഗ്രി നോർത്തും 5 ഡിഗ്രി സൗത്തുമായിട്ടുള്ള ഈ ഒരു പ്രദേശത്തെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡോൾഡ്രം അല്ലെങ്കിൽ നിർവാത മേഖല എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തുമായിട്ട് 23 ഡിഗ്രി നോർത്തിനും 23 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള, അതായത് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ള ഈ ഒരു പ്രദേശത്തെയാണ് എന്തെന്ന് പറയുന്നത്? ട്രോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്തെയാണ് അല്ലെങ്കിൽ ടൊറൈഡ് സോൺ അല്ലെങ്കിൽ ഉഷ്ണമേഖല എന്നും കൂടെ അറിയപ്പെടുന്നത്. അപ്പോൾ 23 ഡിഗ്രി നോർത്തിനും 23 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള ആ ഒരു പ്രദേശത്തെ ടൊറൈഡ് സോൺ അല്ലെങ്കിൽ ഉഷ്ണമേഖല എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന ഭൂമധ്യരേഖയ്ക്ക് 5 ഡിഗ്രി നോർത്തും 5 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള ആ പ്രദേശത്തെ ഡോൾഡ്രംസ് അല്ലെങ്കിൽ നിർവാത മേഖല എന്നും കൂടിയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ പറയുന്ന ഭാഗത്ത് PSC പരീക്ഷയിലൊക്കെ ചോദിക്കുന്ന കുറേ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഭൂമധ്യരേഖയെക്കുറിച്ചും രേഖാംശ രേഖയെക്കുറിച്ചും അക്ഷാംശ രേഖകളെക്കുറിച്ചും PSC പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന പോയിന്റുകൾ തന്നെയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തികച്ചും സൗജന്യമായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസ്സിനൊക്കെ നിങ്ങൾ നൽകിയ എല്ലാവിധ സപ്പോർട്ടിനും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി താങ്ക് യു.